പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഒന്നൂഞ്ഞേരി. രാധിക അരിമുറുക്കിന്റെ പാത്രം എടുത്തു കൊടുത്തു വേണിക്ക്. കോളേജിൽ നിന്ന് വന്നവാടെ അടുക്കളയിലേക്കാണ് അവൾ ചെന്നത്. കൗണ്ടർ ടോപ്പിന് മുകളിലേക്ക് കയറിയിരുന്നുകൊണ്ട് വേണി മുറുക്കെടുത്ത് കടിച്ചുകൊണ്ട് അവൾ അന്നത്തെ വർത്തമാനങ്ങൾക്ക് തുടക്കമിട്ടു. ഹർഷനെത്തിയത് കേട്ടത് അടുക്കളയിൽ നിന്ന് വേണിയുടെയും രാധികയുടെയും സംസാരമാണ്. അവൻ ചുണ്ടിലൊരു പുഞ്ചിരിയോടെ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു. എന്നിട്ടുണ്ടല്ലോ ആന്റി, വിനീത് എന്നെ പറയാണേ പോലീസ് ഒരു അറിവിശിക്കനാണ്, അതുകൊണ്ട് അണിമോണ്ട് പോവാത്തതെന്ന്. കേട്ട് ചിരിക്കാൻ വേറെ കുറെ ഉണ്ടാവും. വേണി പല്ലെറിഞ്ഞ ആ സന്ദർഭോർത്തുകൊണ്ട് പറഞ്ഞു. പാത്രം കഴിക്കൊണ്ടിരുന്ന രാധിക ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? അതും കേട്ടോണ്ടിങ്ങ് പോന്നോ? ഏയ്, ഞാൻ അപ്പൊ തന്നെ നല്ലോണം പറഞ്ഞു. പിന്നെ ഹർഷമാമ എന്നെ സപ്പോർട്ട് ചെയ്തു. മറ്റു ജോലികൾ പോലെ അല്ലല്ലോ പോലീസ്, തോന്നിയ പോലെ ലീവ് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഒറ്റ എണ്ണമൊന്നും മിണ്ടിയില്ല. ആ, അവരുടെ ഭർത്താവല്ലേ CI ആണെന്ന് പറഞ്ഞ് രാധിക ചോദിച്ചു. ആ, വയനാട്ടിൽ എവിടെയാണ് സാറ്? ഹർഷജന്റെ പോലെ തന്നെയാ, ഒരു ദിവസം പോലും വീട്ടിലുണ്ടാവില്ല. വേണിയുടെ ശബ്ദത്തിൽ നേരിയ നിരാശയും കലർന്നിരുന്നു. രാധികക്ക് തിരിച്ചറിയാനും കഴിഞ്ഞു. അവരെന്തോ പറയാനാഞ്ഞപ്പോഴാണ് വേണിക്ക് പുറകിൽ ചുമരിൽ ചാഞ്ഞു നിൽക്കുന്നവനെ കാണുന്നത്. നീ എപ്പോഴാടാ വന്നേ? ദേ കേട്ടില്ലേ അവളുടെ പരാതി? നിനക്കിനി ഡ്യൂട്ടി ഒന്നില്ലേലും രണ്ടാളും കൂടി ഒന്ന് പുറത്തൊക്കെ പോയി വാ. വേറെ യാത്ര ഒന്നും ഈ അടുത്ത് നടക്കില്ലല്ലോ. ചെല്ലി വേണി, രണ്ടാളും കൂടി പുറത്തു പോയി വാ. രാധിക അത്രയും പറഞ്ഞപ്പോൾ വേണി കണ്ണുകൾ വെടുത്തിക്കൊണ്ട് ഹർഷനെ നോക്കി. പുറത്തു പോകാനുള്ള ആഗ്രഹം ആ കണ്ണിൽ കാണാം. അവൻ മുന്നോട്ട് വന്ന് വേണിയുടെ കയ്യിൽ നിന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിമുറുക്ക് വാങ്ങി. പിൻവാങ്ങും നേരം ചുണ്ടിൽ അമർത്തിയ ഒരു ഉമ്മയും. വേണി കണ്ണു മിഴിച്ചുകൊണ്ട് രാധിക നിന്നിടത്തേക്ക് നോക്കി. തിരിഞ്ഞേൽക്കുന്നതുകൊണ്ട് ആന്റിയൊന്നും കണ്ടിട്ടില്ല. എങ്കിലും വേണി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവൻ അരികിൽ നിന്ന് തള്ളി മാറ്റി. ഹർഷൻ കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ പതിയെ അരിമുറുക്ക് കടിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു. അവൻ പോയി കഴിഞ്ഞും വേണി അവിടെ തന്നെ ഇരുന്നു. ഓർക്കും തോറും അവളുടെ കവിളുകൾ ചുവന്നു വന്നു. ബാക്കി വന്ന മുറുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് അവളും പതിയെ എണീറ്റ്. ആന്റി, ഞാനും ചെന്ന് മാറ്റട്ടെ? കിച്ചണിൽ നിന്ന് വലിഞ്ഞുകൊണ്ട് വേണി പറഞ്ഞു. രാധിക തലയാട്ടിയതേ ഉള്ളൂ. അവരുടെ ചുണ്ടിലും കുഞ്ഞൊരു പുഞ്ചിരി ബാക്കിയുണ്ടായിരുന്നു. വേണി റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ഹർഷൻ കുളിക്കാൻ കയറിയിരുന്നു. അവൾ ചുണ്ട് ചുളുക്കിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നില്ല. അപ്പോഴേക്കും വിളിയെത്തി. വേണി, ആ ടവലെടുത്തേ, ഞാനത് എടുക്കാൻ മറന്നു. ഞാനിപ്പോ റൂമിലെത്തുന്നറിയാം, എന്നിട്ടാ ബാത്റൂമിൽ കയറിയത്. പിരിവിറുത്തുകൊണ്ട് വേണി ബെഡിലിരുന്ന ടവലെടുത്ത് ബാത്റൂം ഡോറിൽ തട്ടി. ഡോർ തുറന്നു. അവൾ ടവൽ തുറന്നു വന്ന ഡോറിന്റെ വിടവിലൂടെ അകത്തേക്ക് നീട്ടി. നനഞ്ഞ തണുത്ത കൈകൾ ടവലിന് പുറമെ വേണിയുടെ കൈത്തണ്ടിലും പിടിമുറുക്കി. ആലോചിക്കാൻ ഇട കൊടുക്കും മുമ്പേ വേണി അകത്തേക്ക് കയറിയിരുന്നു. വെള്ളത്തുള്ളികൾ പടർന്നൊഴുകുന്ന രോമം നിറഞ്ഞ നെഞ്ചിൽ അമർന്ന മുഖം വേണി പതിയെ ഉയർത്തി. കുറുമ്പ് പിടിച്ച മുഖം, ചുണ്ടിലെ ആ ചിരി, കണ്ണുകളിലെ ഭ്രാന്ത് പിടിച്ച പോലെയുള്ള പ്രണയം, തനിക്ക് മാത്രം സ്വന്തമായ തന്റെ മുന്നിൽ മാത്രമുള്ള ആ ഭാവങ്ങൾ. വേണിക്ക് അവനെ സ്നേഹിക്കാൻ തോന്നി. തന്റെ ഉള്ളിലെ മുഴുവൻ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവരുടെ മാറി വരുന്ന ഭാവങ്ങൾ ഹർഷനെ ശ്വാസം മുട്ടിച്ചു. അല്പം മുമ്പ് താൻ ഉമ്മ വെച്ച് ചുവപ്പിച്ച ആ ചുണ്ടുകളൊന്നാകെ വിഴുങ്ങാൻ തോന്നിയവനെ ചുറ്റി വരിയുന്ന കൈകളുടെ ശക്തി ഏറി വന്നു. മുഖം താഴ്ത്തി അവ സ്വന്തമാക്കും മുമ്പേ വേണിയുടെ പല്ലുകൾ അവന്റെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞിരുന്നു. ഹർഷനൊന്ന് വിറച്ചുപോയി. അവൻ അടഞ്ഞുപോയ കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണെല്ലാം മുറുക്കി അടച്ച് തന്നെ ചുംബിക്കുന്നവൾ. ചുംബിക്കുകയാണോ അതോ കടിക്കുകയാണോ? പല്ലും നാവുമെല്ലാം ഉപയോഗിച്ച് കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞെടുക്കുകയാണ്. ഹർഷനത് ആസ്വദിച്ചുകൊണ്ട് അവൾക്ക് അവനെ വിട്ടു നൽകി. ചെറിയ തിരകളിൽ ഓടിച്ചെന്ന് കാൽ നനച്ച് ഉയർന്നു വരുന്ന വലിയ തിരകൾ കാണുമ്പോൾ ഹർഷന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വേണി. ഹർഷൻ കടലിലേക്ക് ഇറങ്ങാതെ അവളുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവന്റെ ചുണ്ടിൽ നനുത്തൊരു പുഞ്ചിരിയുണ്ട്. 8-10 മിനിറ്റുകൾ കൂടി കഴിഞ്ഞതും വേണിയും തളർച്ചയോട് ഹർഷന്റെ അരികിലേക്ക് ചെന്നിരുന്നു. പിന്നെ അവന്റെ തോളിലേക്ക് മുഖം വെച്ചുകൊണ്ട് മുന്നോട്ട് കണ്ണയച്ചു. സൂര്യൻ കടൽ നീരിൽ അലിഞ്ഞു ചേരുന്തോറും ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ കടലിലാകെ പടരുകയാണ്. വേണി എത്ര കണ്ടിട്ടും മതി വരാതെ ആ കാഴ്ച കണ്ണിൽ നിറച്ചപ്പോൾ ഹർഷന്റെ കണ്ണുകൾ അരികിലിരിക്കുന്നവളിലായിരുന്നു. സൂര്യ വെളിച്ചത്തിൽ ചുവന്നു പോയവളിൽ നോക്കിയിരിക്കെ അവന് ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു തൂവും പോലെ അനുഭവപ്പെട്ടു. ഈ പെൺകുട്ടികൾ അടിമപ്പെട്ടു പോകും പോലെ. ഹരീഷിന് ഹൃദയം നോവിൽ തിങ്ങി വിങ്ങി ആ കാഴ്ച കാണി. എത്രയോ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി വേണിയെ കണ്ടിരിക്കുന്നു. ഹൃദയം എത്രയോ തവണ അവൾ ഒരു നോക്ക് കാണാനായി മുറിവിളി കൂട്ടിയിരിക്കുന്നു. അവസാനം കണ്ടപ്പോഴാവട്ടെ അവൾ മറ്റൊരാളുടേതായിരിക്കുന്നു. എന്തെങ്കിലും ഒരിക്കൽ മറ്റൊരു ജീവിതത്തിലേക്ക് അടക്കുമെന്നറിയാമായിരുന്നു. നേരിൽ കണ്ടപ്പോഴാവട്ടെ സഹിക്കാൻ കഴിയാത്തൊരു വേദന നെഞ്ചിലാകെ പടരുന്ന പോലെ. ദുഃഖിക്കാനും കുറ്റപ്പെടുത്താനും സ്വന്തം വിധിയെപ്പോലും പഴിചാരാൻ പോലും തനിക്ക് അർഹതയില്ല. താലി ചാർത്തിയവളെ മറന്ന് മറ്റൊരുത്തിയുടെ ചൂട് തേടിപ്പോയത് താൻ തന്നെയാണ്. എല്ലാം നഷ്ടപ്പെടുത്തിയത് താൻ തന്നെയാണ്. ആത്മാർത്ഥത ഇല്ലാതിരുന്ന തനിക്ക് മാത്രമാണ്. അന്ന് വേണിയോടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നന്ദനയോടും തനിക്ക് നീതി പുലർത്താനാവുന്നില്ല.
ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ രാത്രിയും നന്ദനയോടൊപ്പം പങ്കിട്ടിട്ടും തന്റെ മനസ്സ് വേണിയിൽ തന്നെയാണ്. ആ നഷ്ടബോധത്തിൽ തന്നെയാണെന്ന സത്യം ഉള്ളിൽ കിടന്ന് പൊള്ളിക്കുന്നുണ്ട്. തനിക്കൊരിക്കലും ഒരു നല്ല ഭർത്താവാൻ കഴിയില്ലെന്ന ചിന്തയോട് അവൻ നിശ്വസിച്ചു. ഒരിക്കൽ കൂടി അവൻ ഹർഷനെയും വേണിയെയും നോക്കി. കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവുമായി ഹർഷന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരിക്കുന്നവൾ മുഖത്തെ തിളക്കവും സന്തോഷവും വിളിച്ച് പറയുന്നുണ്ട് അവളുടെ ദാമ്പത്യം എത്ര മനോഹരമാണെന്ന്. ഹരീഷിന്റെ കണ്ണുകൾ വേണിയിൽ നിന്ന് ഹർഷനിലേക്ക് നീങ്ങി. സുന്ദരനായ ഒരു പുരുഷൻ ഇടം കൈയാൽ വേണിയെ ചേർത്തു പിടിച്ചിട്ടുണ്ട്. മുഖത്ത് പുഞ്ചിരിയല്ല, ഒരു തരം ഗൗരവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എങ്കിലും അയാളുടെ നോട്ടത്തിലും ചേർത്തു പിടിക്കലുകളിലും വ്യക്തമാണ് വേണിയോടുള്ള സ്നേഹവും കരുതലും. നിരാശ നിറഞ്ഞ മറ്റൊരു നിശ്വാസം കൂടി അവനിൽ നിന്ന് ഉതിർന്നു വീണു. തലതാഴ്ത്തി തീർത്തും ഒരു അപരിചിതനെ പോൽ പതിയെ തിരിഞ്ഞടന്നു. മനസ്സിലെ ഭാരം കൊണ്ടായിരിക്കണം അവന്റെ ചൂടുവെപ്പുകൾ ഓരോന്നും വിറക്കുന്നുണ്ടായിരുന്നു. ഹർഷൻ ലഗേജെല്ലാം ഡിക്കിയിലേക്ക് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ശ്യാമിന്റെയും രാധികയുടെയും കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനമൊന്നും കഴിഞ്ഞിട്ടില്ല. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ തോളിലേക്ക് മുഖമമർത്തി നിൽക്കുകയാണ്. രാധിക അവന്റെ തലമുടിയിലൂടെയും ചുമലിലൂടെയും ഒഴിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. രാധികയുടെ മുഖത്ത് പ്രകടമായ സങ്കടമില്ലെങ്കിലും ശ്യാമിന്റെ കണ്ണിൽ എല്ലാവരെയും വിട്ടുപോകുന്നതിന്റെ സങ്കടം കാണാം. ഇന്നാണ് ശ്യാം ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട് അവിടെ, ഷാജിയും സന്ധ്യയും അമലുമൊക്കെ. ശ്യാം അമ്മയൊന്നുകൂടി ആഞ്ഞു പുണർന്ന് വിട്ടുനിന്നു. പിന്നെ ഓരോരുത്തരുടെയായി യാത്ര പറഞ്ഞു. വേണി, നീടുള്ള സമാധാനത്തിലാ ഞാൻ പോകുന്നത്, അമ്മയുടെ കൂടെ ഉണ്ടാവണേ. പതിവിൽ നിന്ന് വിപരീതമായി ചിരിയും കളിയും തമാശയും ഒന്നുമില്ലാതെ വികാരാധീനനായി വേണിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നേരം അവൻ പറഞ്ഞു. വേണി അവനെ കൂർപ്പിച്ച് നോക്കി. നീ ഒന്ന് പോയേച്ചേക്കാൻ സെന്റി അടിക്കാതെ, ഞാനും ആന്റി ഇവിടെ അടിച്ചു വിളിച്ചോണ്ട് ആന്റിയുടെ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട. വേണി അവന്റെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലും മാറി നിൽക്കാതെ അമ്മയോട് അടിയുണ്ടാക്കി കുറുമ്പ് കാണിച്ചു മാത്രം ജീവിച്ച് പെട്ടെന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നതിന്റെ സങ്കടമാണ് ശ്യാമിന്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. എങ്കിലും പോകുന്ന SI ആവുന്ന ട്രെയിനിങ്ങിന് വേണ്ടിയാണെന്ന് നോക്കിയ അഭിമാനവും സന്തോഷവും ഉണ്ട്. ശ്യാം കോ പാസഞ്ചർ സീറ്റിലേക്ക് കയറിയതും ഹർഷനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഹർഷനാണ് അവന്റെ കൂടെ ചെല്ലുന്നത്. രാധിക ശ്യാമിന്റെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ ഒന്നുകൂടി മുകർന്നു. അമ്മയെ ഓർത്ത് വിഷമിക്കേണ്ട, പോയി ഏട്ടനെ പോലെ SI ആയിട്ട് വാചക്ക. ശ്യാം ചിരിയോടെ തലയാട്ടി. ഹർഷൻ വണ്ടി മുന്നോട്ടെടുത്തു. ശ്യാം കാറിന് വെളിയിലേക്ക് തലയിട്ട് കൈവീശി. കാറ് കയറ്റി കിടന്നു. രാധിക ഒരു വിഷമത്തോടെ ഉമ്മറത്തിണ്ണിലേക്ക് ഇരുന്നു. എപ്പോഴും തന്റെ കൂടെയുള്ള ചെക്കനാ. പോകുന്നവർത്തുള്ളിലൊരു വിഷമുണ്ടായിരുന്നെങ്കിലും ശ്യാമിന് ഇത്രത്തോളം വിഷമുണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നില്ല. ഇന്നലെ കിടക്കുന്നവരെ പോലീസ് ഡയലോഗ് മടിച്ച് മുളച്ചു വന്ന് ഇത്തിരി പോകുന്ന മീശയും പിരിച്ച് എല്ലാവരെയും ചിരിപ്പിച്ചവരാ. പോകുമ്പോഴും അതേ കളിയും ചിരിയും തന്നെയാണ് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച്. പക്ഷെ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ സങ്കടം കൊണ്ട് കോടിപ്പോയ മുഖം കണ്ടപ്പോൾ രാധിക ഒരു വിങ്ങലോടെ കണ്ണു തുടച്ചു. ആഹാ, അത് ശരി, അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ കരയാ? നല്ല കഥയായി. ചെക്കൻ ജോലിക്ക് പോയതല്ലേ, വേറെ ഇങ്ങോട്ടും അല്ലല്ലോ. സന്തോഷിക്കല്ലേ വേണ്ട ഇപ്പോ. സന്ധ്യ അവരുടെ അടുത്തേക്കിരുന്നു. കൂടെ തന്നെ വേണിയും ഷാജിയും അമലും. എന്നാൽ ഇതുവരെ മാറി നിൽക്കാതെ ചെക്കനാ. ഹർഷിനേക്കാൾ എൻ്റെ കൂടെ എപ്പോഴും ഒട്ടി നടന്ന അവനാ. വേണി വരുന്നവരെ ഈ വീട്ടിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു വീടായി തന്നെ തോന്നിയതും അതുള്ളതുകൊണ്ടായിരുന്നു. ഇനിയിപ്പോ ഇല്ലെന്ന് ഓർക്കുമ്പോ രാധിക വിഷമത്തോടെ പറഞ്ഞു നിർത്തി. കുറച്ചു കാലത്തേക്കല്ലേ രാധികേ, സങ്കടം വരുമ്പോ അവനിനി യൂണിഫോമിൽ മുന്നിൽ വരുന്ന ഓർത്താ മാത്രം മതി. വീട്ടിൽ ഇനി ഒരു SI അല്ല, 2 പേരാ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? 2 മക്കളും നല്ല ജോലി വാങ്ങി നല്ല നിലയിലെത്താന്നതിൽ കൂടുതൽ എന്ത് സന്തോഷാ വേണ്ടത്? പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, ഹർഷനുണ്ടല്ലോ, പിന്നെ ഒരു കോളിനപ്പുറം വാവി. ഷാജി കൂടെ പറഞ്ഞപ്പോൾ രാധിക നിറഞ്ഞ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു. ഓ, ശ്യാമയായിട്ട് SI ആയിട്ട് വേണം എനിക്കൊന്ന് പൊളിക്കാൻ. ഇപ്പൊ തന്നെ എനിക്ക് കോളേജിൽ എന്ത് വിലയാന്നോ? അമല ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനായി ഉത്സാഹത്തോടെ പറഞ്ഞു. ആ പൊളിക്കും. ഇപ്പൊ പോയ ആണെന്നാവില്ല, ട്രെയിനിങ് കഴിഞ്ഞ് യൂണിഫോം ഇട്ടാ പിന്നെ കാണുന്നത്. ഹർഷൻ ചേട്ടൻ്റെ ഒരു മിനി വെർഷനെങ്കിലും ആവുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ അവന് ഇത്തിരി തമാശ കുറഞ്ഞ് ഗൗരവം കൂടിയിട്ടുണ്ട്. വേണി പറഞ്ഞപ്പോൾ എല്ലാവരും ശരിവെച്ച്. SI സെലക്ഷൻ കിട്ടിയത് മുതൽ ശ്യാമിന് പ്രകടനമായ മാറ്റങ്ങളുണ്ട്. മീശ വളർത്താനും ഫിറ്റ്നസ് കാര്യമായി ശ്രദ്ധിക്കാനും മാത്രമല്ല, ആ കോഴിത്തരവും ചളിയൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നു. പിന്നെ എത്ര വലിയ പോലീസായാലും എൻ്റെ അടുത്ത് പഴയ പോലെ തന്നെ ആവും. അമൽ വീമ്പിളക്കി. സംസാരം അങ്ങനെ തുടരുമ്പോഴും രാധികയുടെ ഉള്ളിൽ SI യൂണിഫോം ഇട്ട് വരുന്ന മകനായിരുന്നു. ചോറ്റുപാത്രം തുറന്നപ്പോഴേ വേണി മുഖം ചുളിച്ചു. ചോറും തേങ്ങാ ചമ്മന്തിയും മുട്ട വറുത്തും. വലിയ വിശപ്പോടെ കഴിക്കാൻ വന്നിരുന്നവൾക്ക് കഴിക്കാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, ഒരു മനംപുരട്ടലും. വേണി, എന്തുപറ്റി, കഴിക്കുന്നില്ലേ? ഹർഷ മാഡം അവളുടെ അടുത്തിരുന്നോണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ട, കഴിക്കാനേ തോന്നുന്നില്ല മാഡം. ദേ, ഈ കറികളൊക്കെ എടുത്തോ, ഞാൻ കഴിക്കുന്നില്ല. ആൾ മുഖം ചുളിച്ചുകൊണ്ടും പറഞ്ഞു. കഴിക്കുന്നില്ലേ? എന്തുപറ്റി? വയറിനൊരു സുഖമില്ല. വേണി പറഞ്ഞപ്പോൾ ഹർഷ മേഡം അവളെ ചുഴിഞ്ഞു നോക്കി. അവരുടെ നോട്ടത്തിൽ വേണിയൊന്ന് നെറ്റി വിളിച്ചു.
അല്ല പെണ്ണെ, പീരീഡ്സ് ആയിരുന്നു എനിക്ക് ഈ മന്ത്? ഹർഷ മേഡം ബാക്കി സ്റ്റാഫ് ശ്രദ്ധിക്കാത്തവണ്ണം ചോദിച്ചപ്പോൾ വേണിയൊന്ന് പകച്ചുപോയി. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ആയില്ലേ? അവളുടെ ഭാവം കണ്ട് ആകാംക്ഷപ്പെട്ടു അവർ. ആയിട്ടില്ല, പക്ഷെ എനിക്കിങ്ങനെ ഇടയ്ക്ക് ലേറ്റാവുന്നതാണ്. ഇനി അതാവോ മേഡം? വേണി വെപ്രാളത്തോടെ ചോദിച്ചു. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. 2-3 ദിവസമായി നിനക്ക് ആകെ ഒരു മടിയും ക്ഷീണവും കാണുന്നുണ്ട്. ഇപ്പൊ ഇതുകൂടി കണ്ടപ്പോ നീ എന്തായാലും ഒരു കിറ്റ് വാങ്ങി ചെക്ക് ചെയ്യേ. ഹർഷ മേഡം പറഞ്ഞപ്പോൾ മുതൽ വേണിയും ചിന്തിച്ചു. ശരിയാണ്, കുറച്ച് ദിവസമായി വല്ലാത്തൊരു മടിയും മടുപ്പും കൂടിയിട്ടുണ്ട്. കൂടാതെ വീട്ടിൽ പോയാൽ അമ്മയുണ്ടാക്കുന്ന പൊരിക്കടികൾ കഴിക്കാനും വലിയ കൊതിയോ താല്പര്യമോ ഇല്ല. താൻ പ്രഗ്നന്റ് ആണ്. വേണിയുടെ മേലാകെ വിറകൊണ്ടു ചിന്തിച്ചപ്പോൾ. വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന വഴി വേണി മെഡിക്കൽ ഷോപ്പിൽ കയറി 2 പ്രഗ്നൻസി കിറ്റ് കൂടെ വാങ്ങിച്ചു. അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോയതും. എല്ലാ ദിവസവും അത് തന്നെയാണ് പതിവ്. രാധിക അവിടെ ഉണ്ടാകും. പിന്നെ ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞ് കുറെ കഴിഞ്ഞാണ് രണ്ടാളും മടങ്ങുക. വേണി ചെന്നപ്പോൾ അടുക്കളയിലാണ് 2 അമ്മമാരും. വേണി നേരെ റൂമിലേക്ക് ചെന്നു. ഡോർ ലോക്ക് ചെയ്ത് ബാഗിൽ നിന്ന് കിറ്റ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ചെറിയൊരു നിശ്വാസത്തോടെയാണ് അവൾ ചെക്ക് ചെയ്തത്. യൂറിൻ ഡ്രോപ്സ് ഇറ്റിച്ച് കാത്തിരിക്കുമ്പോൾ അവളെ ആകെ ഒരു വെപ്രാളം പിടികൂടി. 2-3 മിനിറ്റുകൾക്ക് ശേഷം കിറ്റിൽ തെളിഞ്ഞു വന്ന 2 പിങ്ക് ലൈൻസ് വേണി ചുമരിലേക്ക് അമർന്നു. കയ്യിലെ കിറ്റിലേക്ക് അവൾ വിശ്വാസം വരാതെ പിന്നെയും നോക്കി. അറിയാതെ ഇടം കൈ അടിവയറ്റിലെ തുടിപ്പിനെ തേടി ചെന്നു. തന്നിൽ മറ്റൊരു ജീവനുണ്ടെന്നോർക്കെ, താൻ അമ്മയാവുന്നു എന്നോർക്കെ, തന്റെ പ്രണയത്തിന്റെ അംശമാണ് തന്നിലെന്നോർക്കെ മേലാകെ വിറച്ചുപോയവൾക്ക്. വേണിക്ക് പിന്നെയും കുറെ നേരം വേണ്ടി വന്നു ആ ഞെട്ടിൽ നിന്നും പുറത്തു കിടക്കാൻ. അടുത്ത നിമിഷം എന്ത് ചെയ്യണം, ഇതാരോട് പറയണം? ശരിക്കും പ്രഗ്നന്റ് തന്നെയാണോ, തന്റെ തോന്നലാണോ? അങ്ങനെ നാനാവിധ ചിന്തകൾ കടന്നുപോയി അവളുടെ മനസ്സിലൂടെ. കിറ്റിൽ തെളിഞ്ഞു കാണുന്ന 2 വരകളിലൂടെ അവൾ പിന്നെയും നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അടുത്ത കിറ്റ് കൂടി എടുത്ത് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു ഉറപ്പിനെന്നോണം. അതിലും തെളിഞ്ഞേണ്ട പിങ്ക് ലൈൻസ് വേണിക്ക് കണ്ണു നിറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ തന്റെ അടിവയറ്റിൽ അമർത്തി പിടിച്ചു. വേണി, നീ ഇതെപ്പോ വന്ന് കൂട്ടി? പുറത്ത് രാധികയുടെ ശബ്ദം കേട്ടപ്പോൾ വേണി ഒന്ന് ഞെട്ടി. പിന്നെ കയ്യിലെ 2 കിറ്റുകളും മുറുക്കെ പിടിച്ചുകൊണ്ട് വേഗം തന്നെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എപ്പോഴാ വന്നേ നീ? വന്ന് ചായ കുടിക്ക്. മീനമ്മ ചേർത്തി ഹലുവ കൊണ്ടുവന്നിട്ടുണ്ട്, വന്ന് കഴിക്ക്. രാധിക റൂമിന് വെളിയിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. വേണി ആ കിറ്റ് കൂടി എടുത്ത് റൂമിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സന്ധ്യയും പുറകിൽ രാധികയും ലിവിംഗ് റൂമിൽ നിന്നുകൊണ്ട് ചായ കുടിക്കുകയാണ്. വേണി ഒരു പരിങ്ങലോട് അങ്ങോട്ടേക്ക് ചെന്നു. നീ എന്താ വേണി ഒരു വാക്ക് മിണ്ട പോലും ചെയ്യാതെ ഡോറടച്ചിരുന്നേ? നീ വന്ന പോലും അറിഞ്ഞിരുന്നില്ല ഞങ്ങള്? സന്ധ്യ അവളെ കണ്ടത് കണ്ണുകൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. വേണിയൊന്നും മിണ്ടിയില്ല. പകരടുത്തേക്ക് ചെന്നിരുന്ന് കയ്യിലെ പ്രഗ്നൻസി കിറ്റ് 2 ടീപ്പോയിലേക്ക് വെച്ചു. സന്ധ്യയും രാധിക അവൾ എന്താണ് വെക്കുന്നതെന്ന് സംശയത്തോടെ നോക്കി. സന്ധ്യ തന്നെയാണ് കിറ്റ് ആദ്യം തിരിച്ചറിഞ്ഞത്. അവരാകെ അമ്പരപ്പോടെ അവളെ നോക്കി. പിന്നെ എഴുന്നേറ്റ് ആഞ്ഞു പുണർന്നു. അപ്പോഴേക്ക് രാധികയും വേണി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഈശ്വരാ, സത്യാണോ? ഇതെപ്പോഴാ മോളെ നീ നോക്കിയത്? എന്റെ ഗുരുവായൂരപ്പാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സന്ധ്യ, വേണിക്ക് ഈടായിട്ട് ചെറിയ മൂഡ് സ്വിങ്ങും മാറ്റമൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ എന്തായി? സന്ധ്യക്ക് പിറകെ രാധികയും കണ്ണു നിറച്ച് ആനന്ദത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. നീ ഇപ്പൊ ചെക്ക് ചെയ്താണോ? ഹർഷനെ വിളിച്ചോ നീ? അവനോട് പറഞ്ഞോ? സന്ധ്യ വീണ്ടും ചോദിച്ചു. അവരുടെ മുഖം പൂനിലാവുദിച്ച പോലെ ആയിട്ടുണ്ട്. സ്വരത്തിലും കാണാം ഉള്ളിലെ സന്തോഷം. ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹർഷ മേമ ഒരു സംശയം പറഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ കിറ്റ് കൂടി വാങ്ങിച്ചു. ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ അമ്മ ആന്റിയാ ആദ്യം അറിയുന്നത്. ഹർഷൻ ചേട്ടനും അറിയില്ല. വേണി 2 അമ്മമാരുടെയും സന്തോഷം നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ അവന് വിളിച്ചു പറ. ഞാനും അച്ഛനെ വിളിച്ചു പറയട്ടെ. അമലിപ്പ് വരും. അവനോട് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വരാൻ പറയാം. വാവയും വിളിച്ച് പറയണ്ടേ? സന്ധ്യ വല്ലാത്തൊരു തിടുക്കത്തോടെ വെപ്രാളം കൊണ്ട് പറയുന്ന കേൾക്കെ രാധികയും വേണിയും ചിരിച്ചുപോയി. വാവയെ ഇപ്പോൾ വിളിച്ചാലും കിട്ടില്ലല്ലോ. അവനെ രാത്രി വിളിച്ചു പറയാം. നീ ഒന്ന് അടങ്ങ സന്ധ്യ. എന്നിട്ട് ഷാജിയെ വിളിച്ചു പറ. പിന്നെ കിറ്റിൽ 2 വരെ കണ്ടുകൊണ്ട് പ്രഗ്നന്റ് ആവണമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം. എന്നാലേ ഉറപ്പിക്കാൻ പറ്റൂ. രാധികക്ക് വേണി പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും പറഞ്ഞു. കാരണം ഇത്രയധികം സന്തോഷിച്ചിരുന്ന ആള് തെറ്റാണെങ്കിൽ അതെല്ലാവരെയും ഒരുപാട് സങ്കടപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. പിന്നെ ഇനിയൊന്നും ഉറപ്പിക്കാനില്ല. നീ തന്നെയല്ലേ നേരത്തെ ഇങ്ങനൊരു സംശയം എന്നോടും പറഞ്ഞ്. എനിക്കുറപ്പാ നമ്മൾ അച്ഛമ്മയും അമ്മമ്മയും ആവാൻ പോവാടൂ. സന്ധ്യ ഉറപ്പോടെ പറഞ്ഞു. പിന്നെ അപ്പോൾ തന്നെ ഫോൺ എടുത്തുകൊണ്ട് ഷാജിയുടെ ഫോണിലേക്ക് ധൃതിയിൽ കോൾ ചെയ്തു. രാധികയും വേണി അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവരുടെ മുഖത്ത് ആവേശം കാണെ വേണിക്ക് ഹർഷനെ വിളിച്ചറിയിക്കാൻ തോന്നി. അവൾ പതിയെ സെറ്റിയിൽ നിന്ന് എണീറ്റു. ഞാൻ പോയി ഹർഷൻ ചേട്ടനെ വിളിച്ചു നോക്കട്ടെ, വേണി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. രാധിക ആവട്ടെ സന്ധ്യ ഷാജിയെ വിളിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നു. റൂമിലേക്ക് എത്തിയതും വേണി ഫോൺ എടുത്തു. മനസ്സിലാഹ്ലാദം മറച്ചു വെച്ചുകൊണ്ട് അവൾ ഹർഷനെ കോൾ ചെയ്തുകൊണ്ട് ചുവരലമാരയിലെ കണ്ണാടിക്കുമ്പിൽ ചെന്ന് നിന്നു.
ഒറ്റ നോട്ടത്തിൽ യാതൊരു വ്യത്യാസവുമില്ലെങ്കിലും വയറെന്നെത്തിയതിനേക്കാൾ ഒരല്പം പുറത്തേക്ക് ഉന്തിയാണോ നിൽക്കുന്നതെന്ന് തോന്നി വേണിക്ക്. കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് വേണി വയറിലൂടെ കൈയോടിച്ചു. വേണി? ഹർഷന്റെ ശബ്ദം കേട്ടപ്പോഴാണ് വേണിക്ക് അവൻ കോൾ എടുത്ത് മനസ്സിലായത്. ഹലോ വേണി, കേൾക്കുന്നില്ലേ? വീണ്ടും അവന്റെ ശബ്ദം കേട്ടെങ്കിലും വേണിക്ക് ഒരു നിമിഷം ശബ്ദമൊന്നും വന്നില്ല. നാണമോ സന്തോഷമോ പരിഭ്രമമോ കൂട്ടിപ്പിണഞ്ഞ് വാക്കുകളൊന്നും കിട്ടാത്ത പോലെ. അതിനപ്പുറം അച്ഛനാവാൻ പോകുന്നെന്നറിയുമ്പോഴുള്ള അവന്റെ മുഖഭാവം നേരിട്ട് കാണാനുള്ള ആഗ്രഹവും. ഹർഷൻ ചേട്ടൻ എപ്പോഴാ വരിക? വേണി നെഞ്ചിലെ പിടപ്പ് അതങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഹർഷൻ കോള് കട്ടായെന്നറിയാൻ ഫോൺ ചെവിയിൽ നിന്നെടുക്കാൻ നിൽക്കുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്. കുഞ്ഞൊരു പുഞ്ചിരിയോടൊപ്പം അവന്റെ കണ്ണുകൾ രണ്ടും കയ്യിലെ വാശിലേക്ക് പോയി. സമയം 5:30 ഉള്ളൂ. വരാൻ ലേറ്റാവില്ല വേണി? എന്തേ, എന്തെങ്കിലും കാര്യമുണ്ടോ? ആരും കുറുമ്പൊളിപ്പിച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചേട്ടപ്പോൾ വേണിയുടെ മുഖം വാടിപ്പോയി. കാര്യമുണ്ടെങ്കിലേ വരൂ, എനിക്ക് ഹർഷൻ ചേട്ടനെ കാണും, വേഗം വാ, വന്നിട്ട് ഞാൻ പിണങ്ങും. ഞാൻ മാത്രമല്ല, വേറൊരാളും പിണങ്ങും. വേണി മുഖം കൂർപ്പിച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു. പിന്നെ അവൻ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുക പോലും ചെയ്യാതെ കോള് കട്ട് ചെയ്തു. കണ്ടില്ലേ, നിന്റെ അച്ഛൻ എന്തൊരു ചാടയാ, ഇങ്ങോട്ട് വരട്ടെ, നല്ല കൊടുക്കുന്നുണ്ട് ഞാൻ. വേണി വയറിലേക്ക് നോക്കിക്കൊണ്ട് അതേ ചൊടിയോടെ പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൾക്ക് ചിരിയും വന്നുപോയി. 2 കൈ കൊണ്ട് മുഖം പൊത്തി പിടിച്ചുകൊണ്ട് വേണി മുഖത്തെ ചുവപ്പാകെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് ഹർഷനെ ഒന്ന് കണ്ടാൽ മതിയെന്നായി. സന്ധ്യ അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു ഷാജി അമലും. 2 കൈ നിറയെ പലഹാരങ്ങളും. അമലാവട്ടെ ഒരു കൂടെ നിറയെ പച്ചമാങ്ങയും കൂടി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. ലോകം കീഴടക്കിയ പോലെയാണ് 2 മട്ടും പാവും. അത്രയും സന്തോഷം. ചേച്ചി, ചേച്ചി വിളിച്ചു പോയിക്കൊണ്ട് അവൻ അകത്തേക്ക് ഓടിക്കയറി. ഷാജിയുടെ അടുത്തിരുന്ന അയാൾ വാങ്ങിക്കൊണ്ടുവന്നത് ഓരോന്നായി കഴിക്കുമ്പോഴാണ് അമലിന്റെ വരവ്. വേണിക്കൊന്നും മുഖമുയർത്താനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോഴേക്ക് അവൾ വായുവിൽ ഉയർന്നിരുന്നു. ചേച്ചി, ഞാൻ മാമനാവും പോണടി. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യേ. വേണിയെ സന്തോഷം കൊണ്ട് 2 വട്ടം കറക്കിയവൻ. രാധികയും സന്ധ്യയും ഷാജിയും സന്തോഷത്തോടെ തന്നെയാണ് അത് ആദ്യം നോക്കിക്കണ്ടെങ്കിലും വേണി ഗർഭിണിയാണെന്നുകൊണ്ട് തന്നെ ഷാജി ഇടപെട്ട് അവളെ നിലത്തേക്ക് തന്നെ നിർത്തിപ്പിച്ചു. വേണിയും ആകെ അന്താളിച്ചു പോയിരുന്നു. അമലിന്റെ ഇത്രയും പ്രകടമായ സന്തോഷം, ആവേശം, എല്ലാവരും എത്ര സന്തോഷത്തിലാണ്. അമലും അമ്മയും അച്ഛനും ആന്റിയും ഉത്സവം വന്ന പോലെയാണ് അവരുടെ മട്ട്. ദേ നോക്ക്, ഞാൻ വരുന്ന വഴി വാങ്ങിയതാ, നല്ല പച്ചമാങ്ങ 2 കിലോയുണ്ട്. നിനക്ക് എല്ലാ ദിവസവും കഴിക്കാം, കഴിഞ്ഞ ഞാൻ വാങ്ങി വരുന്നുണ്ട്. അമൽ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന പലഹാരപ്പൊതികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മാങ്ങ പുറത്തേക്ക് എടുത്തു വെച്ചു. എന്റെ ചെക്ക, എല്ലാ ഗർഭിണികളും പച്ചമാങ്ങ കഴിക്കാൻ കൊതിച്ചിരിക്കുന്നല്ല, ഓരോരുത്തർക്കും ഓരോ കൊതി ഇഷ്ടമൊക്കെ ഉണ്ടാവും. രാധിക അവൻ കൊണ്ടുവച്ച മാങ്ങ നോക്കിക്കൊണ്ടൊരു ചിരിയോടെ പറഞ്ഞു. ആണോ, അങ്ങനെയാണോ? ഇടി ചേച്ചി, നിനക്കപ്പോ മാങ്ങ വേണ്ടേ? നിനക്കിത് കഴിക്കാൻ തോന്നില്ലേ? ആ ഒരു സംശയത്തോടെ വേണിയെ നോക്കി. അവിടെ പക്ഷെ പച്ചമാങ്ങ മൂക്കോട് അടുപ്പിച്ചുകൊണ്ട് വാസനിക്കുകയാണ്. നല്ല മണം, വേഗം പോയി കുറച്ച് ഉപ്പുമുളക് എടുത്തു വാ, ഇപ്പൊ തന്നെ മുറിച്ചിന്ന. നല്ല മുളക് പൊടി ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ തൊട്ട് പതുക്കെ ഇങ്ങനെ വായിലേക്ക് വെച്ച് കഴിക്കാൻ എന്ത് രസമായിരിക്കും. വേണി പറഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം ആകെ അങ്ങ് അഭിമാനം കൊണ്ടു. അവൻ അടുക്കളയിലേക്ക് ഓടി. ഞാൻ കഴുകിക്കൊണ്ടുവരാം. വേണി അങ്ങനെ കടിക്കാൻ പോകുന്ന കാണെ സന്ധ്യവേഗം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂടെ എടുത്തുകൊണ്ട് അമലിന് പുറകെ തന്നെ പോയി. രാധികയും സന്ധ്യയും എല്ലാം നോക്കിക്കണ്ട് പുഞ്ചിരിയോടെ ഇരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.